ഹലോ, കായലോരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനേ ഇന്നിവിടെ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നറിയാമോ? നമുക്ക് നമ്മുടെ കിച്ചൺ എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം തൂത്തും തുടച്ചും ഒക്കെ നമ്മൾ വെക്കുന്ന സാധനങ്ങളൊക്കെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എത്ര തൂത്താലും തുടച്ചാലും നമ്മുടെ കൗണ്ടർ ടോപ്പിൽ ഒരാഴ്ച കൂടുമ്പോഴത്തേക്കും അതിൻ്റെ മൂലയ്ക്കും പിന്നെ ആ പാത്രങ്ങൾ വയ്ക്കുന്ന സ്റ്റാൻഡിൻ്റെ അടിയിലൊക്കെ ഒന്ന് മാറ്റി ഒന്ന് തുടച്ചൊക്കെ ഇട്ടുന്ന അവിടെ എപ്പോഴും വൃത്തിയായിട്ടൊക്കെ ഇരിക്കും. അത് നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഒരാഴ്ച കൂടുമ്പോൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ അവിടെ അങ്ങ് പൊടി പിടിച്ച് നാശമായിട്ട് കിടക്കും. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൗണ്ടർ ടോപ്പിൽ വെച്ചാൽ മതി. അല്ലാത്ത സാധനങ്ങൾ കബോർഡിൽ ഒതുക്കാമെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യമുള്ളത് എൻ്റെ കിച്ചണിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ എൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇരിക്കുന്നുള്ളൂ. അല്ലാതെ ഞാൻ വേറെ എങ്ങും അത് സൂക്ഷിച്ചിട്ടുമില്ല. അതായത് കുറച്ച് സാധനം ഇവിടെ, ബാക്കി കുറച്ച് എന്ന് വെച്ചാൽ അങ്ങനെ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചാൽ മതിയല്ലോ. അത് തീരുമ്പോൾ വീണ്ടും കിട്ടുമല്ലോ. അല്ലാതെ ചിലപ്പോൾ ചില കബോർഡിലൊക്കെ വർഷങ്ങളായിട്ട് പൂത്ത് പുന്നരിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ പറയുന്നത്, ഈ കബോർഡൊക്കെ നിറച്ച് ഉണ്ടാക്കി വെച്ചിട്ട് വർഷങ്ങളായിട്ട് അതിലെ പാത്രങ്ങൾ സാധനങ്ങളൊക്കെ എടുക്കാതിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ കിച്ചണിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രമേ സൂക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ഞാൻ എത്ര കൗണ്ടർ ടോപ്പൊക്കെ വൃത്തിയാക്കി ഇട്ടാലും താഴെയൊക്കെ എല്ലാ സാധനങ്ങളൊക്കെ ഞാൻ താഴെ എനിക്ക് കബോർഡൊന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ അടുക്കി പെറുക്കിയൊക്കെ വെച്ചാലും എനിക്ക് എന്തോ ഒരു അപാകത തോന്നി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലൊരു ഒരാശയം കിട്ടിയേ. എന്നാൽ പിന്നെ അതങ്ങ് ചെയ്താലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കയ്യിൽ കുറച്ച് ക്ലോത്ത് ഇരിപ്പുണ്ടായിരുന്നു. അത് കുറേ നാളായിട്ട് വാങ്ങിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ആ ക്ലോത്ത് വെച്ചൊരു ഐഡിയ ചെയ്യാം. വേറെ ഒന്നുമല്ലാതെ ഈ കാണുന്നതാണ് സംഭവം. അപ്പോൾ അതങ്ങനെ ഞാൻ ഒറ്റ രാത്രി കൊണ്ട് സെറ്റാക്കിയതാണ്. അപ്പോൾ അതുകൂടി അങ്ങനെ കവർ ചെയ്ത് വെച്ചപ്പോൾ ഉണ്ടല്ലോ, ആ തുണി കൊണ്ട് അങ്ങനെ ഒരു കവറിങ് കൊടുത്തപ്പോഴേ കുറച്ചുകൂടി ഒന്ന് കിച്ചണൊന്ന് ഒതുങ്ങിയ പോലെ നല്ലൊരു ഭംഗി കിട്ടി. അപ്പോൾ അകത്തിരിക്കുന്ന സാധനങ്ങൾ കാണുകയുമില്ല. എന്നാൽ നമുക്കൊന്ന് നീറ്റായിട്ട് കിടക്കുന്ന പോലെ ഒരു ഫീൽ കിട്ടിയില്ലേ. അപ്പോൾ ഇത് ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതങ്ങനെ പ്ലീറ്റിട്ട് അടിച്ചിട്ട് ഇത് കണ്ടോ, ഇതിങ്ങനെ ഒട്ടിക്കലാണ് ടേപ്പ് വെച്ചിട്ട്. ആ ടേപ്പും അങ്ങ് അടിച്ചു കൊടുത്താൽ തുണിയോട് കൂടിയിട്ട് പെട്ടെന്ന് കഴിയും. നമുക്ക് സ്റ്റിച്ചിങ് അറിയാവുന്നവരാണെങ്കിൽ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പുറത്തുകൊണ്ട് ചെയ്യിച്ചാലും അധികം ചാർജൊന്നും ആവില്ല. നിസ്സാര പൈസയുള്ള ആ ടേപ്പൊക്കെ നമ്മൾ വാങ്ങിച്ചാൽ മതി. അപ്പം ഞാൻ അങ്ങനെ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതെനിക്ക് നല്ല വൃത്തിയായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്കും ഇത് ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കാണിച്ചതാണേ. അപ്പം ഇങ്ങനെ കബോർഡൊന്നും ഇല്ലാത്തവർക്കും പെട്ടെന്ന് കുറഞ്ഞ ചിലവിൽ ചെയ്യാം കേട്ടോ.